കേരള തീരത്ത് മറിഞ്ഞ MSC എൽസ 3 ചരക്ക് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക്. കൊല്ലം തീരത്തേക്കാണ് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിയത്. 13 കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്ത് അടിഞ്ഞത്. ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് മറിഞ്ഞ MSC എൽസ 3 ചരക്ക് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക് അടുക്കുകയാണ്. കൊല്ലം തീരത്തേക്കാണ് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നീണ്ടകര, ശക്തികുളങ്ങര ഭാഗങ്ങളിലായി 13 കണ്ടെയ്നറുകൾ ഇതിനകം ഒഴുകിയെത്തി. നീണ്ടകര പരിമണം ക്ഷേത്രത്തിന് എതിർവശത്ത് 2ഉം പരിമണത്തെ ഹോട്ടലിന് പിന്നിൽ 3ഉം നീണ്ടകര ഹാർബറിന് സമീപം 5ഉം കരിത്തിറ ഭാഗത്ത് 1ഉം ശക്തികുളങ്ങര മദാമത്തോപ്പ് ഭാഗത്ത് 1ഉം കണ്ടെയ്നറുകളാണ് ഒഴുകിയെത്തിയത്. കരിത്തുറ ഭാഗത്ത് കണ്ട കണ്ടെയ്നർ തീരം തൊട്ടിട്ടില്ല. ഞായറാഴ്ച രാത്രി ചെറിയജീക്കൽ തീരത്ത് ഒരു കണ്ടെയ്നർ എത്തിയിരുന്നു. ഇനിയും കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തേക്ക് ഒഴുകി എത്തുന്നുണ്ടെന്നാണ് വിവരം. ഒരു 6 മണിയായപ്പോൾ പണിയാത്ത വന്നപ്പോഴാണ് 3 വഴി ഇങ്ങനെ തെക്കോട്ട് ഒരെണ്ണം നമ്മുടെ കടൽ തീരം എന്ന ഹോട്ടലിലെ പടിഞ്ഞാറത്തിലായിരുന്നു, 2 തെക്കോട്ട് വഴി പോയായിരുന്നു. അതുപോലെ തെക്കോട്ട് അത് കണ്ടിട്ട് ഞാൻ വടക്കോട്ട് കടന്നു വരുമ്പോഴാണ് വടക്കുന്ന വന്ന വഴി പരിമണം ലക്ഷമീട് കോളിനുള്ള പടിഞ്ഞാറത്തേക്ക് അപ്പോൾ കടലിൽ കൂടെ ഒക്കെ ഒഴുകി തെക്കോട്ട് പോകുന്നുണ്ട്. നമുക്ക് കരക്കിട്ടാൻ കാണാം. കടൽ മാർഗം തെക്കോട്ട് പോകുന്നുണ്ട്. അത് എവിടെ കയറുമെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. കടലിൻ്റെ ഒഴുക്കനുസരിച്ചും ഇതിൻ്റെ കടലിൻ്റെ വെള്ളത്തിൻ്റെ നീരൊഴുക്കനുസരിച്ചായിരിക്കും കയറുന്നത്. 10 മൈലിലൊക്കെ കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. സംഭവം ഇത് കരക്കടിഞ്ഞ് ഡോറൊക്കെ തുറന്നെങ്കിൽ ഇതിനകത്ത് ഒന്നും ഉണ്ടെന്നുള്ള നമുക്ക് വ്യക്തമാവുന്നില്ല. പിന്നെ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ വന്ന് അതിനകത്ത് ടച്ച് ചെയ്യരുത്, അതിനടുത്തൊന്നും പോകരുതെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ പരമാവധിയെന്നാണ് ഇത് കാണുന്നത്. കണ്ടെയ്നറുകളെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് കയറുകൊണ്ട് ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്നറുകൾ ഏറ്റെടുക്കുന്നതിന് കസ്റ്റംസ് അധികൃതരും എത്തും. തീരത്ത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. കുഫോസിലെ ശാസ്ത്രജ്ഞർ കടലിലെ വെള്ളം പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. നിലവിൽ നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.